ഹാപ്പി ബർത്ത്ഡേ. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. കുറച്ച് വർഷമായിട്ട് ഞങ്ങൾ അവൻ്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യല്ലായിരുന്നു. ഇപ്പോൾ അവൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഒട്ടും വൈകിയില്ല, ഞങ്ങൾ അച്ഛനെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു കേക്കൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മളെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. രസല്ലേ? ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. 21 അതോ 22 കണ്ണാ? 23. അപ്പൊ അച്ഛനോട് കേക്ക് വാങ്ങാൻ പറഞ്ഞപ്പോ അച്ഛൻ ഹാപ്പി ബർത്ത്ഡേ അനന്തകൃഷ്ണൻ എന്നാണ് എഴുതി കൊണ്ടുവന്നത്. കണ്ണൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. സാരല്ല, പേര് വിളിക്കാനല്ലേ. ഒരാള് ചെറി നോക്കി നിക്ക അല്ല ദേവോ? ഇത് കുഴിച്ചിടാനോ? ഓക്കെ, കുഴിച്ചിടാം. ഏതാ ഫ്ലേവർ? ദേവു എന്തിനാ കല്ല്? നായ വന്നാൽ അറിയാൻ വേണ്ടിട്ട് കല്ല്. അതുകൊണ്ട് മുന്നേ പോയ നാലിന് കഴിക്കില്ല. അച്ഛനും അമ്മച്ചിയും ഞങ്ങൾ 3 പേര് മാത്രമുള്ള ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയാലും ഞങ്ങൾ കേക്കും കൊണ്ട് തറവാട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് രാത്രി ആയതുകൊണ്ട് നല്ല നായശല്യമാണ്. എല്ലാവർക്കും പേടിയാണ്. ദേവ് പേടിച്ച് പറിച്ച് കയ്യിൽ കല്ലും കൊണ്ടാണ് നടന്നു പോകുന്നത്. അയ്യോ, നായ വരുന്നുണ്ട്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. മാമിന്റെ ബർത്ത്ഡേ തന്നെ അതിനൊന്നേ. ഇതെന്താണ്? മാമന്റെ ബർത്ത്ഡേ. അയ്യോ, അച്ഛച്ചവടല്ല. ഞാൻ കൊറേ ക്രീം ഫുള്ള് മാതുട്ടി ഇങ്ങനെ കരയണേ. അതോ അവൾക്ക് പനിയല്ലേ? ഇപ്പോഴും പനി. തറവാട്ടിലെത്തിയപ്പോൾ അമ്മായി പായ മുടയണം കണ്ട് ദേവുവിന് മുടയാനൊരു കൊതി. വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. അവൾക്ക് അതിനോടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ എനിക്കെന്തോ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. അവൾ കുറേ നേരം അങ്ങനെ ഫോൺ നോക്കിയിരിക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആവാൻ അവൾക്ക് താല്പര്യം. ഇങ്ങട്ട് ഇങ്ങട്ട് ഞങ്ങൾ പോകും കേട്ടോ. അങ്ങോട്ട് അച്ഛൊക്കെ അവിടെ മയിലുണ്ട്. തറവാട്ട് പോയപ്പോൾ വല്യച്ഛൻ അവിടെ ഇല്ലേന്നു. തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് വല്യച്ഛൻ കടയിൽ നിന്ന് വരുന്നത് കണ്ടത്. ഒരു തിരി കൊടുക്കാം. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഈ ചെറിയ കുട്ടി ആയ അന്ന് മുതൽ തന്നെ എൻ്റെ അനിയന് ഓരോ സാധനം കയ്യിൽ കിട്ടിയാൽ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കണ പരിപാടിയാണ്. ഇതിപ്പോൾ കേക്കിൻ്റെ ക്രീം, വിപ്പിംഗ് ക്രീം കത്തിക്കാത്തൊക്കെയാണ്. നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ആൾക്കാർ? അതിൽ കൂട്ടിക്കാണ്ടേ ഇവളും. ഇതെന്താ ചെയ്യണേ? ഇന്ന് കുത്താനായി. ഇത് മെഴുകുതിരിയാക്ക്. അച്ഛ അല്ല ഉറക്കാണല്ലോ. അച്ഛ, ഈ അച്ഛ നോക്കിയ പഞ്ച എൻ്റെ LDCന്റെ ബുക്ക് തല അച്ഛ കിടക്കണേ. അത് നല്ല സുഖം. അപ്പക്ക് ഉറങ്ങലാ? ഈ വായിക്കലൊന്നുമില്ലേ? കണ്ണൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചൊന്ന് മന്തിയാണ്. ഇതെന്തിനാ ഈ ചെറിയ മുടിയില്? പൂച്ചക്കോ?
മന്തി വിളമ്പുന്ന തിരക്കിലാണ് കണ്ണനും അമ്മച്ചി. അപ്പോൾ ഇന്നത്തെ കൊച്ചു സെലിബ്രേഷനൊക്കെ ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയൊരു വീഡിയോ, ഞങ്ങളെ ചെറിയൊരു സന്തോഷം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.